മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്നും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിന്റെ 11-ാമത്തെ അധ്യായത്തിന്റെ 20 മുതലുള്ള തിരുവചന ഭാഗങ്ങളിലൂടെ ഈശോനാഥൻ താൻ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച നഗരങ്ങൾ മാനസാന്തരപ്പെടാത്തതിനാൽ അവയെ ശാസിക്കുന്നതിനെ കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അത്ഭുതങ്ങൾക്ക് പിന്നാലെ പായുന്ന ഒരു ലോകമാണ് ഈ ഒരു ലോകം. പ്രാർത്ഥനയ്ക്ക് പിന്നിലുള്ള ലക്ഷ്യം അത്ഭുതങ്ങളാണ്. നമ്മുടെയൊക്കെ ആധ്യാത്മികത എന്ന് പറയുന്നത് അത്ഭുതങ്ങളിലേക്ക് ഇന്ന് ചുരുങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് പല വിധത്തിലുള്ള ശുശ്രൂഷകളിലൂടെ സംബന്ധിക്കുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുമ്പോഴും നമ്മുടെയൊക്കെ പ്രാർത്ഥനയുടെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതിന്റെ ലക്ഷ്യം അത്ഭുതങ്ങൾ കാണുക എന്നത് മാത്രമായിട്ട് ഇന്ന് ചുരുങ്ങിപ്പോയിട്ടില്ലേ എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിച്ച് നോക്കണം. പ്രിയപ്പെട്ടവരെ, ഇന്ന് അത്ഭുതങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുള്ള ശുശ്രൂഷകളാണോ കർത്താവിന്റെ സഭയിൽ നടക്കുന്നത് എന്ന് പോലും നമ്മൾ ഓരോരുത്തരും സംശയിക്കേണ്ടിയിരിക്കും. ഇന്ന് ഒരു ശുശ്രൂഷകന് വളർച്ചയുണ്ടാകണമെങ്കിൽ, പേരും പെരുമയും ഉണ്ടാകണമെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കണം അവന്റെ ശുശ്രൂഷയിൽ. ഓരോ ശുശ്രൂഷകളും നമ്മളൊന്ന് എടുത്തു നോക്കിക്കേ. ഇന്ന് യൂട്യൂബിൽ ഏറ്റവും അധികം ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ശുശ്രൂഷകള് അത് അത്ഭുതങ്ങളുടെ പിന്നാലെ പോകുന്ന ശുശ്രൂഷകളാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ശുശ്രൂഷകളുടെ പോലും ലക്ഷ്യങ്ങള് അത്ഭുതങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പിന്നാലെ ജനം ഒഴുകുക, ജനത്തെ കൂട്ടാൻ വേണ്ടി അത്ഭുതങ്ങളെ കൂടുതൽ പർവ്വതീകരിച്ച് കാട്ടുന്ന, അത്ഭുതങ്ങളെ മാത്രം ഉയർത്തിക്കാട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് ശുശ്രൂഷകൾ പോലും ഇന്ന് മാറിപ്പോകുന്നില്ലേ എന്ന് നമ്മൾ ഓരോരുത്തരും സംശയിക്കണം. മാനസാന്തരമില്ലാതെ ജീവിതത്തിൽ എന്തെല്ലാം അത്ഭുതങ്ങൾ സംഭവിച്ചിട്ട് ഒരു കാര്യമില്ലെന്ന് കർത്താവ് പറയുക. നമ്മുടെയൊക്കെ ആധ്യാത്മികതയുടെ കാതൽ എന്ന് പറയുന്നത് മാനസാന്തരമാണ്. ഓരോ ശുശ്രൂഷകളുടെ ലക്ഷ്യം മാനസാന്തരം, ജനത്തിന്റെ മാനസാന്തരമായിട്ട് മാറണം. ഈ മാനസാന്തരമില്ലാതെ എന്തുമാത്രം അത്ഭുതങ്ങൾ നിന്റെ ജീവിതത്തിൽ നടന്നിട്ടും വലിയ കാര്യമില്ല എന്ന് ഈശോനാഥൻ ഇന്നത്തെ തിരുവചനത്തിലൂടെ വ്യക്തമായിട്ട് നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുകയാണ്. അത്ഭുതങ്ങളുടെ അന്തസത്ത ആത്മാവിനെ അധപ്പതിച്ചു പോയ അവസ്ഥയിൽ നിന്നും ഉയർപ്പിക്കുക എന്നുള്ളതാണ്. ആത്മാവിന്റെ രക്ഷയെ മറന്ന് അത്ഭുതങ്ങളെ മാത്രം കേന്ദ്രീകരിച്ച് നടക്കുന്ന ശുശ്രൂഷകള് ആഴമില്ലാത്ത ആധ്യാത്മികതയുടെ അടയാളമാണെന്നും നമ്മൾ ആരും മറന്നുപോകരുത്. അതിശയിപ്പിക്കുന്ന അത്ഭുതങ്ങളാണോ നമ്മുടെയൊക്കെ ആത്മരക്ഷയാണോ നമുക്ക് പ്രധാനപ്പെട്ടതെന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും പരിശോധിച്ചു നോക്കണം. നമ്മുടെ ആത്മരക്ഷയായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം. അത്ഭുതങ്ങൾ, അടയാളങ്ങള് നമ്മളിൽ ഉണ്ടാകും, അത് കർത്താവ് നമുക്ക് തരും നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ അധ്വാനിക്കുമ്പോൾ. അത്ഭുതങ്ങളുടെ പിന്നാലെ അല്ല നമ്മൾ നടക്കുന്നത്, അത്ഭുതങ്ങൾക്ക് വേണ്ടി അല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, അത്ഭുതങ്ങൾ കാണാൻ വേണ്ടി നമ്മൾ ഓടരുത്. പകരം നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാവിന്റെ രക്ഷ നമ്മൾ ഓരോരുത്തരും കരുതുന്നവരാണ് നമ്മളെങ്കിൽ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും, നമ്മുടെ ജീവിതത്തിൽ കൃപയൊഴുകും, നമ്മുടെ ജീവിതത്തിൽ ശക്തി ദൈവം വർഷിച്ച് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിരിക്കും. ആത്മാവിന്റെ രക്ഷ അത് നഷ്ടപ്പെടുത്തിയിട്ട് ഒരത്ഭുതങ്ങൾക്ക് പിന്നാലെ പോയിട്ടും കാര്യമില്ല. അത്ഭുതം മേടിച്ചിട്ട് പിന്നീട് നമുക്ക് തോന്നുന്ന വഴികളിലൂടെ ഇറങ്ങിപ്പോയാല് പ്രിയപ്പെട്ടവരെ, ഈ അത്ഭുതങ്ങളൊന്നും നമ്മുടെ ജീവിതത്തില് വലിയ ഉപകാരപ്പെടുകയില്ല എന്ന് നമ്മൾ തിരിച്ചറിയുക. ആത്മരക്ഷ അതിനെ മുന്നിൽ കണ്ട് അതിനുവേണ്ടി നമ്മൾ ജീവിക്കുക, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക, അതിനുവേണ്ടി ശുശ്രൂഷകളിൽ പങ്കെടുക്കുക. കരങ്ങളെ യാചനയോടെ പിടിച്ച്, ഈശോയെ, എന്റെ ആത്മാവിന്റെ രക്ഷ അതിനുവേണ്ടി ജീവിക്കാൻ, വിശുദ്ധിയിൽ ജീവിക്കാൻ, നന്മയിൽ ജീവിക്കാൻ, സ്നേഹിച്ച് ജീവിക്കാൻ, പ്രാർത്ഥിച്ച് ജീവിക്കാൻ ക്രമ നൽകണമേ എന്ന് അപേക്ഷിച്ച് നമ്മുടെ പഠനങ്ങളെയും പരീക്ഷകളെയും അധ്വാനങ്ങളെയും എല്ലാം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഇവരെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക്, ഇവരുടെ നൊമ്പരങ്ങളിലേക്ക്, ഇവരുടെ വേദനകളിലേക്ക്, കഷ്ടപ്പാടുകളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെന്ന് ഇവരെ സഹായിക്കണമേ, സംരക്ഷിക്കണമേ. ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ജീവിതത്തിന്റെ വഴികളിൽ നിന്ന്, പരീക്ഷയുടെ നിമിഷങ്ങളിൽ നിന്ന് സർവ്വ തിന്മകളെയും ബന്ധനങ്ങളെയും കെട്ടുകളെയും പിശാചിന്റെ ഉപദ്രവങ്ങളെയും നാരകീയ ശക്തികളെയും പരാജയങ്ങളെയും തടസ്സങ്ങളെയും ശാപങ്ങളെയും ആപത്തുകളെയും അപകടങ്ങളെയും ബന്ധിച്ചു നിർവീര്യമാക്കി നരകാഗ്നിയിലേക്ക് അട്ടിപ്പായിക്കുന്നു.
എല്ലാ കെട്ടുകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് അഴിയട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.